ഹലോ, നമസ്കാരം. ഇത് വനില ക്രീം സ്ട്രോബെറി കേക്കാണ്. അനു പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡർ ആയിരുന്നു. അനുശ്രീ. അനുവിൻ്റെ ചേട്ടൻ്റെ ട്വിൻ ബേബീസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരുപാട് നേരത്തെ അധ്വാനം കഴിഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഗംഭീര ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. ആ ഫീഡ്ബാക്കോട് കൂടി പോയ എനർജി കംപ്ലീറ്റ് ഇരട്ടിയായിട്ട് തിരിച്ചു കയറുന്നൊരു എക്സ്പീരിയൻസ് ഇല്ലേ, ആ എക്സ്പീരിയൻസ് ഈയിടെ തന്നിട്ടുള്ള ഒരു വർക്കായിരുന്നു ഇത്. ഞാനേ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ എന്നോട് ആദ്യമായിട്ട് അക്കാര്യം പറയണത്. ആ പ്രായത്തിൽ ഏത് പെൺകുട്ടിയോടും അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട ചില മുൻകരുതലുകൾ. ബാത്റൂമിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ, സ്കൂളിലോ വീട്ടിലോ ഒക്കെ ഒറ്റയ്ക്കാണെങ്കിൽ ശകലം ബ്ലഡോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ പേടിക്കണ്ട, പാനിക് ആവണ്ട, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ട് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിൽ ആ ഇടയായിട്ട് ഇങ്ങനെ ചില എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്തൊക്കെയോ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ, ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ, അന്ന് മിക്കവാറും കുട്ടികൾ ക്ലാസ്സിൽ ഒരു 4-5 ദിവസത്തേക്ക് വരാറില്ല. അതായിരുന്നു അക്കാര്യത്തിൽ ഞാൻ കണ്ട ഹൈലൈറ്റ്. നിർബന്ധിത അവധി എന്നാണ് എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയത്. നിർബന്ധിത അവധി എന്ന് പറഞ്ഞതൊന്നും അല്ലായിരിക്കും കേട്ടോ, പക്ഷേ എൻ്റെ മനസ്സിൽ നിർബന്ധമായിട്ടും പെൺകുട്ടികൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം എന്നുള്ളതാണ് തോന്നിയത്. അതാണ് നിർബന്ധിത അവധി എൻ്റെ കണ്ണിൽ. അപ്പം ഞാനും കാത്തിരിക്കുകയായിരുന്നു ആ നിർബന്ധിത അവധി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാലം കുറച്ചും കൂടി മുന്നോട്ട് പോയി. ഞാൻ അങ്ങനെ 7th-ലെത്തി. 7th-ൽ ക്രിസ്മസ് ഹോളിഡേയ്സിന് സ്കൂള് അടയ്ക്കണ ദിവസം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അന്നൊക്കെ ആഹ്ലാദത്തിമർപ്പിൽ വീടൊക്കെ കീഴ്മേലെടുത്ത് മറച്ച് വെക്കുന്ന ഞാൻ നല്ല വയറുവേദനയായിട്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിപ്പായിരുന്നു. വയറുവേദന കാരണം രാത്രിത്തെ ആഹാരം കൂടെ കഴിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു നേരത്തെ ആഹാരം പോലും മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനൊരു വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഞാനതൊരു സാധാരണ വയറുവേദനയായിട്ടേ കണ്ടുള്ളൂ. അമ്മയ്ക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായി കാണും കേട്ടോ. രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോയപ്പോഴാണ് സംഭവം, ഞാൻ കാത്തിരുന്ന ആ സംഭവമാണ് ഇതെന്ന് മനസ്സിലായത്. കുറച്ച് സന്തോഷമായി കേട്ടോ. പക്ഷേ അപ്പോഴാണ് ഞാൻ നിർബന്ധിത അവധിയെപ്പറ്റി ഓർത്തത്. കാലങ്ങളായിട്ട് ഞാൻ കാത്തിരുന്ന ആ നിർബന്ധിത അവധി ആദ്യമായിട്ടും അവസാനമായിട്ടും സത്യമായിട്ടും ക്രിസ്മസ് അവധിയാണെന്ന് ഞാൻ വെറുത്തു. അവധിക്ക് വരാൻ കണ്ട സമയേ തുല്യനീതി അത് കിട്ടിയില്ല. അന്ന് മറ്റെല്ലാ ഫ്രണ്ട്സും ക്ലാസ്സിൽ 4-5 ദിവസം അപ്രത്യക്ഷമാവണ മാതിരി അപ്രത്യക്ഷമാവാനോ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെ പോയിരുന്നു ഇത്ര ദിവസം എന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഈ കാര്യം പറയാനോ ഇതിനൊന്നുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. അതൊക്കെ പോട്ടേന്ന് വയ്ക്കാം. നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഗംഭീര ക്രിസ്മസ് ലഞ്ച് ഉണ്ടായിരുന്നു. അന്ന് എന്നെ മാത്രം കൂട്ടാണ്ട് വീട്ടിലെല്ലാവരും ആ പരിപാടിക്ക് പോയിട്ട് മൃഷ്ടാന്നം കഴിച്ചിട്ടാണ് വന്നത്. എന്നാൽ ആ വീട്ടുകാർ ഈ വീട്ടിലിരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തു വിടാം, അതും അവർ ചെയ്തില്ല. കാലങ്ങൾക്കിപ്പുറം എൻ്റെ മോൾക്ക് ഇതേ സംഭവം ഉണ്ടായപ്പം അടുത്ത ദിവസം തൊട്ട് അവൾ ക്ലാസ്സിലൊക്കെ പോയിട്ടോ. നിർബന്ധിത അവധി അത് അവൾക്ക് വേണ്ടാത്രേ.